നിങ്ങളുടെ സ്വന്തം ഡോക്ടർ ജിയോ ജോൺസ്, കൺസൾട്ടൻറ്റ് ഓർത്തോഡോണ്ടിസ്റ്റ് ആൻഡ് ഇൻവിസിലൈൻ പ്രൊവൈഡർ. ആക്ച്വലി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറഞ്ഞ അസുഖത്തെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ കൂടെയുള്ളവർക്കായാലും ചിലപ്പോൾ ഹസ്ബൻഡ്സ്, വൈഫ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുട്ടികൾ ഒക്കെ ഈ രാത്രി ഉറങ്ങുന്ന സമയത്ത് കൂർക്കം വലിക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ കൂർക്കം വലി കാരണം നമുക്ക് കൂടെ കിടക്കുന്നവർക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് തന്നെ എപ്പോഴും രാവിലെ എണീക്കുമ്പം ഒരു ഉറക്ക ക്ഷീണവും നല്ല ഉറക്കം കിട്ടിയില്ല എന്ന് കംപ്ലയിൻറ്റ് പറയുകയൊക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത്. ആപ്നിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടി 2 മിനിറ്റ് സമയം നമുക്ക് ശ്വാസം കിട്ടാതിരിക്കുന്ന അവസരത്തെയാണ് നമ്മൾ ആപ്നിയ എന്ന് പറയുന്നത്. അതിനെ കംപ്ലീറ്റ് സെസേഷൻ ഓഫ് ബ്രീത്തിങ് എന്ന് പറയും. അതിനാണ് ആപ്നിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉള്ള പേഷ്യൻസിന് വന്നിട്ട് അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം, ഇവർ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് ശ്വാസം കിട്ടുന്നതില്ല, ശ്വാസ തടസ്സം ഉണ്ടാകുന്നു, വേഗം ബുദ്ധിമുട്ടുണ്ടാകുന്നു, പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണ്ണീക്കേണ്ട അവസ്ഥ വരുന്നു. അപ്പോൾ അതാണ് ശരിക്കും ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉള്ള പേഷ്യൻസ് ഫീൽ ചെയ്യുന്ന മെയിൻ പ്രശ്നം. അപ്പോൾ ഇതെന്താണ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉള്ള പേഷ്യൻസിൽ വന്നിട്ട് ആക്ച്വലി പേഷ്യൻ്റ് കട്ടിലിൽ ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് എന്ത് പറ്റും, ഇവരുടെ മസിൽ, നമ്മൾ സാധാരണ ഒരു ആൾ ഉറങ്ങുന്ന സമയത്ത് അവരുടെ മസിൽസൊക്കെ റിലാക്സ്ഡ് സിറ്റുവേഷനിലായിരിക്കും ഉണ്ടാകുന്നത്. ഈ പേഷ്യൻറ്റും ഇതേപോലെ ഉറങ്ങാൻ വേണ്ടി കട്ടിലിൽ കിടക്കുന്നു, ഇവരുടെ മസിൽസൊക്കെ റിലാക്സ്ഡ് സ്റ്റേറ്റിലാകുന്നു. ഇപ്പോൾ മസിൽ റിലാക്സ് ആകുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ ഈ അപ്പർ ഫാരിഞ്ചൽ എയർ, നമ്മുടെ ഈ അപ്പറിലുള്ള ഈ ഫാരിങ്സ്, നമുക്ക് ശ്വാസം പോകുന്ന ശ്വാസനാളം, അതിൻ്റെ ചുറ്റുമുള്ള മസിൽസ് വന്നിട്ട് റിലാക്സ്ഡ് ആകും. അപ്പോൾ എന്ത് പറ്റും, ഈ ഫാരിഞ്ചൽ സ്പേസിൽ ഈ പടത്തിൽ കാണുന്ന പോലെ ഈ ഫാരിങ്സിലുള്ള സ്പേസ് വന്നിട്ട് കുറഞ്ഞു. അപ്പോൾ ആ ശ്വാസം പോകുന്ന നാളത്തിൽ വന്നിട്ട് ഒരു ചെറിയൊരു കൺസ്ട്രക്ഷൻ അത് കുറച്ചൊന്ന് അമങ്ങുന്നു. അപ്പോൾ എന്ത് പറ്റും, ഇവർക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകും. അപ്പോൾ എന്തായാലും നമ്മുടെ ശരീരത്ത് ഓക്സിജൻ്റെ എമൗണ്ട് കുറയുകയും നേരെ മറിച്ച് കാർബൺ ഡയോക്സൈഡിൻ്റെ എമൗണ്ട് കൂടുകയും, ഓക്സിജൻ്റെ എമൗണ്ട് കുറയുകയും കാർബൺ ഡയോക്സൈഡിൻ്റെ എമൗണ്ട് കൂടുകയും ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം എന്ത് ചെയ്യും, ആ ഓക്സിജൻ്റെ ലെവൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പേഷ്യൻറ്റിനെ വന്നിട്ട് ഉറക്കത്തിൽ നിന്ന് ഒന്ന് ഉണർത്തും. അപ്പോൾ ഉണരുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ മസിൽസ് പിന്നെയും റിലാക്സ്ഡ് ആയിട്ടുള്ള മസിൽസ് വന്നിട്ട് കുറച്ച് കൺസ്ട്രക്റ്റഡ് ആവും. അപ്പോൾ നമ്മുടെ അപ്പർ ഫെരിഞ്ചൽ എയർ, നമ്മുടെ ആ ശ്വാസം പോകുന്ന നാളം വന്നിട്ട് കുറച്ചൊന്ന് റിലാക്സ്ഡ് ആവും. അപ്പോൾ പേഷ്യൻറ്റിന് കൂടുതൽ ശ്വാസം എടുക്കാൻ പറ്റും. അപ്പോൾ എന്ത് പറ്റും, നമ്മുടെ ശരീരത്തുള്ള ഓക്സിജൻ്റെ എമൗണ്ട് കൂടുകയും കാർബൺ ഡയോക്സൈഡ് എമൗണ്ട് കുറയുകയും ചെയ്യും. അപ്പോൾ പേഷ്യൻറ്റ് പിന്നെയും എന്ത് ചെയ്യും, ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കും. ഉറങ്ങുമ്പോൾ പിന്നെയും ഇതേപോലെ തന്നെ ശ്വാസനാളം വന്നിട്ട് കൺസ്ട്രക്റ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഓക്സിജൻ്റെ എമൗണ്ട് ശരീരത്തുള്ള ഓക്സിജൻ്റെ എമൗണ്ട് കുറയുന്നു, കാർബൺ ഡയോക്സൈഡ് എമൗണ്ട് കൂടുന്നു, പിന്നെയും പേഷ്യൻ്റെ ഉറക്കത്തിൽ എണ്ണിക്കേണ്ടി വരുന്നുണ്ട്. പിന്നെയും ഇതേ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും. പേഷ്യൻ്റ് വന്നിട്ട് ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ പറ്റത്തില്ല. എപ്പോഴും അവരിങ്ങനെ ഒരു ലൈറ്റ് സ്ലീപ്പിലായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് എന്തായാലും ഇവരുടെ ഉറക്കം പൂർണ്ണമായിട്ട് നടക്കാത്തതുകൊണ്ട് സ്ലീപ്പ് സൈക്കിൾ അഫക്റ്റ് ആകുന്നുണ്ട്. ഇവർക്ക് രാവിലെയൊക്കെ എണ്ണീക്കുമ്പോൾ ഭയങ്കര ക്ഷീണവും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യും. ക്ഷീണം ഉണ്ടാവും, ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും. അപ്പം പിന്നെ ഈ പറയുന്ന പോലെ ഭയങ്കര തലവേദന, മൂഡ് സ്വിങ്സ് കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പേഷ്യൻസ് വന്ന് ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ വന്നിട്ട് ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഒരുപോലെ കാണുന്നതാണ്. നമ്മൾ പൊതുവെ ആയിരിക്കുന്ന ആണുങ്ങളാണ് കൂടുതൽ കൂർക്കം വലിക്കുന്നത്, അതല്ല സ്ത്രീകളിലും ഈ പറയുന്ന പോലെ കൂർക്കം വലിക്കുന്ന ശീലം വന്നിട്ട് കൂടുതൽ ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ശരിക്കും വന്നിട്ട് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉണ്ടാകുന്നത്? ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയയുടെ വൺ ഓഫ് ദി പ്രൈമറി കാരണം വന്നിട്ട് ഒബിസിറ്റി. ഇപ്പം അമിതവണ്ണം ഉണ്ടെങ്കിൽ നമ്മുടെ BMI വന്നിട്ട് 30 കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ പേഷ്യൻസിന് വന്നിട്ട് 30 കൂടുതലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കഴുത്തിൻ്റെ വണ്ണം ഒരുപാട് കൂടുതലുള്ള ആൾക്കാർക്ക് വന്നിട്ട് ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ വളരെയധികം കെയർഫുൾ ആയിട്ടിരിക്കണം. ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ട്രീറ്റ്മെൻറ്റ്? അപ്പോൾ നമുക്ക് ഫസ്റ്റ് വന്നിട്ട് ബിഹേവിയറൽ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ വറുത്തതും പൊരിച്ചിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് കുറയ്ക്കണം, ഫാസ്റ്റ് ഫുഡ് കുറയ്ക്കണം, നമ്മുടെ BMI ബോഡി മാസ് ഇൻഡെക്സ് വന്നിട്ട് കറക്റ്റ് ചെയ്യണം, നമ്മുടെ BMI വന്ന് 25 താഴെ ആയിരിക്കണം, നമ്മുടെ ഹൈറ്റിന് കറക്റ്റായിട്ടുള്ള വെയിറ്റ് ഉണ്ടായിരിക്കണം. അങ്ങനെ നമ്മുടെ ഡെയിലി ആയിട്ടുള്ള ഹാബിറ്റ്സും നമ്മുടെ ഹെൽത്തും വന്നിട്ട് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യണം. രണ്ടാമത്തെ വന്നിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ ഈ സർജിക്കൽ കറക്ഷൻസ് ആണ് വരുന്നത്. സർജിക്കൽ കറക്ഷൻസിൽ വന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ ഈ താഴത്തെ താടിയലിനെ കുറച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ചികിത്സകളും കുറച്ച് ഓർത്തോഗ്നാറ്റിക് സർജറീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ വന്നിട്ട് മാൻഡിബുലർ അഡ്വാൻസ്മെന്റ് വേസ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ പടത്തിൽ കാണുന്ന പോലെ ഈ താഴത്തെ താടിയുടെ ബാക്കിലാണ് നമ്മുടെ ഈ ശ്വാസനാളവും അന്നനാളവും വരുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഈ താഴത്തെ താടിയെ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ബാക്കിലുള്ള ആ ശ്വാസനാളത്തിൻ്റെ സ്ഥലം കുറച്ച് കൂടും. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസ് എന്ത് പറ്റും, അപ്പോൾ അങ്ങനെ നമ്മൾ ഈ താഴത്തെ താടിയെ മുന്നോട്ട് കൊണ്ടുവരുമ്പം ഈ പേഷ്യൻറ്റിന് വന്നിട്ട് അവിടുത്തെ ശ്വാസത്തിൻ്റെ ആ നാളത്തിൻ്റെ വീതി കുറച്ച് കൂടുകയും അതുവഴി പേഷ്യൻസിന് കൂടുതൽ ശ്വസിക്കാനും പറ്റും. ചില പേഷ്യൻസിന് ഈ ഉറങ്ങുന്ന സമയത്ത് ഈ നാക്ക് ബാക്കിലേക്ക് ഫാൾ ചെയ്യും, ബാക്കിലേക്ക് ഇങ്ങനെ മറിയുന്ന പോലെ തോന്നും.
അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ നാക്കിനെ പിടിച്ചു വെക്കേണ്ട അപ്ലയൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും സുഹൃത്തുക്കളോ ഉണ്ടല്ലോ ഫാമിലി മെമ്പേഴ്സ് ഇതുപോലെ രാത്രി ഉറക്കത്തിൽ കൂർക്കം വലിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെന്തായാലും ഒരു ഡെൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു പൾമനോളജിസ്റ്റിനെ കാണിക്കേണ്ടതാണ്. എന്നിട്ട് അവർക്ക് വന്നിട്ട് നമുക്ക് ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഇത് വളരെയധികം കൂടുതൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും സഹായിക്കും. താങ്ക് യു.